നൊബേൽ പ്രൈസ് തനിക്ക് അവകാശപ്പെട്ടതാണെന്ന് വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞ ട്രംപ്. യുഎന്നിന് ഇന്ന് ഒരു പ്രസക്തിയുമില്ല. യുഎന്നിന് നിലനിൽക്കാൻ കഴിയുമോ എന്ന് പോലും ഇപ്പോൾ സംശയമാണ്. ലോകത്തിന് നേതൃത്വം നൽകേണ്ടത് അമേരിക്കയാണ്. റഷ്യ-യുക്രൈൻ യുദ്ധത്തിന്റെ പ്രധാന സ്പോൺസർ ഇന്ത്യയും ചൈനയും. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഉടൻ നിർത്തണമെന്നും ഇന്ന് ട്രംപ് പറയുകയായിരുന്നു. യൂറോപ്യൻ യൂണിയൻ ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെ ഉയർന്ന തീരുവകൾ ചുമത്തണം. യൂറോപ്പിൽ അനധികൃത കുടിയേറ്റം ഭയാനകമായ രീതിയിലാണ് നടക്കുന്നത്. ശരിയായ നിയമങ്ങളിലേക്ക് ലണ്ടൻ പോവുകയാണെന്നും പറഞ്ഞ ട്രംപ് ലണ്ടൻ മേയർ സാദിഖ് ഖാനെയും വിമർശിച്ചു. അനധികൃത കുടിയേറ്റം തടഞ്ഞില്ലെങ്കിൽ യൂറോപ്പ് നരകത്തിലേക്കാണ് പോകുന്നതെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ വ്യാപാര കരാറിനെ നയതന്ത്ര ഉപകരണമായി ഉപയോഗിച്ചു. തനിക്ക് ഇതിനുള്ള അംഗീകാരം നൽകണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. തായ്ലൻഡും കംബോഡിയയും തമ്മിലുള്ള പോരാട്ടവും അവസാനിപ്പിക്കാൻ കാരണം താനാണെന്നും ട്രംപ് തുറന്നടിക്കുകയും ചെയ്തു. ലോകവേദിയിൽ അമേരിക്കയെ എല്ലാവരും ബഹുമാനിക്കുന്നുണ്ട്. പല സമാധാന കരാറുകളും ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ പല യുദ്ധങ്ങളും താൻ തടഞ്ഞു എന്നാണ് ട്രംപ് ഇപ്പോൾ വീണ്ടും പറഞ്ഞിരിക്കുന്നത്. തനിക്ക് തന്നെ നൊബേൽ പ്രൈസ് വേണം എന്ന് തന്നെയാണ് ട്രംപ് അവകാശപ്പെട്ട് ഇന്ന് രംഗത്തെത്തിയത്. അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം താൻ തടഞ്ഞത് വ്യാപാരത്തിലൂടെയാണ്. ഇരു രാജ്യങ്ങളിലെയും നേതാക്കന്മാരെ തനിക്ക് ബഹുമാനമൊക്കെയുണ്ട്. പല യുദ്ധങ്ങളും താൻ ഇല്ലാതാക്കി എന്ന് ട്രംപ് പറഞ്ഞു. ഇന്ത്യ, പാകിസ്ഥാൻ, തായ്ലൻഡ്, കംബോഡിയ, അർമേനിയ, അസർബൈജാൻ, കൊസാവോ, സെർബിയ, ഇസ്രായേൽ, ഇറാൻ, ഈജിപ്ത്, എത്യോപ്യ, റുവാണ്ട, കോംഗോ എന്നീ രാജ്യങ്ങളിലെ യുദ്ധങ്ങൾ താൻ തടയുകയായിരുന്നു. ഇതിൽ 60% വ്യാപാരം നിർത്തിവയ്പ്പിച്ചത് കാരണമാണ് സംഭവിച്ചത് എന്ന് ട്രംപ് അവകാശപ്പെട്ടു. ഇന്ത്യയോട് നിങ്ങൾ യുദ്ധം ചെയ്താൽ വ്യാപാരം ചെയ്യില്ല എന്ന് താൻ പറഞ്ഞെന്നും അവർ അത് കേട്ടുവെന്നും ട്രംപ് കൂട്ടിച്ചേർക്കുകയായിരുന്നു. അതേസമയം ഗസയിൽ വെടിനിർത്തൽ എങ്ങനെയെങ്കിലും നടപ്പാക്കണമെന്നും ബന്ദികളെ ഉടൻ വിട്ടയക്കണമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്ക ഇന്ന് ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യമാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇന്ന് എല്ലാ രാജ്യങ്ങളും ഏറ്റവും അധികം ബഹുമാനിക്കുന്ന രാജ്യം അമേരിക്കയാണ്. 7 യുദ്ധങ്ങൾ 7 മാസം കൊണ്ട് അവസാനിപ്പിച്ചത് താനാണ്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചതും താൻ തന്നെയാണ്. എന്നാൽ ഒരു നന്ദി പോലും UN രേഖപ്പെടുത്തിയില്ല. തനിക്ക് UN നൽകിയത് പ്രവർത്തിക്കാത്ത ടെലിപ്രോംപ്റ്ററും കേടുവന്ന ഒരു എസ്കലേറ്ററുമാണ്. മെലാനിയ ട്രംപ് അത് കാരണം വീഴാൻ പോയെന്നും ഡൊണാൾഡ് ട്രംപ് UN പറഞ്ഞു. അതേസമയം തന്നെ ഇന്ത്യക്കെതിരെ വലിയ രീതിയിൽ തുറന്നടിച്ചുകൊണ്ടായിരുന്നു ട്രംപ് ഓരോ ദിവസവും രംഗത്ത് വന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം നടത്തിയപ്പോൾ ഇത്തരത്തിൽ യുദ്ധം അവസാനിപ്പിക്കാൻ കാരണം ട്രംപാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇതൊന്നും അംഗീകരിച്ച് ഇന്ത്യ കൊടുത്തിട്ടില്ല.